അപ്പോൾ തുടങ്ങാം. പാട്ടല്ല, പാട്ട് പോലെ നമുക്ക് പാട്ടുപാടി ഒരു പ്രസ് മീറ്റ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ആദ്യം തന്നെ ഞങ്ങളുടെ സന്തോഷം എന്തോ പല്ലിയുടെ പ്രശ്നമല്ലേ, സോറി. അപ്പോൾ ഒരുപാട് ആദ്യം തന്നെ സന്തോഷവും ഞങ്ങളുടെ നന്ദിയും അറിയിക്കുകയാണ്. ഉന്മാദം എന്നുള്ള സിനിമ തിയേറ്ററുകളിൽ വരികയും സ്വീകരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും, എല്ലാ അഭിപ്രായങ്ങൾക്കും അനുകൂലമായും പ്രതികൂലമായും പ്രോത്സാഹനപരമായും സന്തോഷവും ചെറിയ കിഴുക്കൊക്കെ തന്നിട്ടുള്ള എല്ലാ അഭിപ്രായങ്ങൾക്കും നന്ദിയുണ്ട്, സ്നേഹമുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു നല്ല സിനിമ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ ഉന്മാദം തിയേറ്ററിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അത് എല്ലാ അർത്ഥത്തിലും 100% ആത്മാർത്ഥതയോട് ചെയ്തതിൻ്റെ ഒരു പര്യവസാനമാണ്. അല്ലെങ്കിൽ ആ സിനിമയുടെ പുതിയ ഒരു യാത്രയുടെ തുടക്കമാണ് ഇന്ന് തിയേറ്ററുകളിൽ വന്ന് ഉന്മാദത്തിൻ്റെ യാത്ര തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. സോ അതിന് ആദ്യം തന്നെ നന്ദിയും സന്തോഷവും അറിയിക്കുന്നു. ഉന്മാദ ടീമിൻ്റെ പേരിൽ എല്ലാവരോടും വ്യക്തിപരമായിട്ടും ഉന്മാദ ടീമിൻ്റെ പേരിലും ഉള്ള നന്ദി അറിയിക്കണം. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് ആൻഡ് അക്സെപ്റ്റൻസ്. കിരൺദാസ് എന്ന പുതിയ സംവിധായകൻ, പക്ഷെ നമുക്കറിയാം ഒരുപാട് നല്ല സിനിമകൾക്ക് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം ഷാഹി കബീർ സ്ക്രിപ്റ്റ് ചെയ്യുന്നു. പനോരമ സ്റ്റുഡിയോസിൻ്റെ ആദ്യത്തെ ഫുൾ ഓൺ ഒരു മലയാളം പ്രൊഡക്ഷൻ. അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ, പിന്നെ ഒരുപാട് ആൾക്കാരുമായിട്ട് പുതുതായിട്ട് ജോയിൻ ചെയ്യാനായിട്ട്, കമ്പൈൻ ചെയ്യാനായിട്ട് സാധിച്ചപ്പോൾ ലിജോ മോളുമായിട്ട് ആദ്യമായിട്ടാണ് കൂടെ അഭിനയിക്കുന്നത്, 2 ചോട്ടാസ്. പിന്നെ പനോരമ സ്റ്റുഡിയോസുമായിട്ടുള്ള ആദ്യത്തെ ഒരു വെഞ്ചർ, കിരണുമായിട്ടുള്ള ആദ്യത്തെ അസോസിയേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ആ രീതിയിലെല്ലാം നോക്കുകയാണെങ്കിൽ ഉന്മാദം എന്ന സിനിമയും അതിലെ ഷെല്ലി എന്നെ കഥാപാത്രവും തന്നതിന്, സ്വീകരിച്ചതിന് ഇവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. നിങ്ങളോടെല്ലാവരോടും എൻ്റെ പേരിലും ഷെല്ലിയുടെ പേരിലുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ്. സിനിമ കണ്ടവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്, കാണാത്ത എനിക്ക് വളരെ അടുത്തുള്ള ചില ചോട്ടാസും ഉണ്ട് ഇവിടെ, അവരൊക്കെ പ്രത്യേകം പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ കണ്ടവർ ആ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കൊരു 1-on-1 എന്നുള്ളതിനപ്പുറം കൂട്ടായ രീതിയിൽ നമുക്ക് ചർച്ച ചെയ്യാം. സോ വെൽക്കമിങ് ദ ക്വസ്റ്റ്യൻസ്. എന്താണെങ്കിലും നമുക്ക് സംസാരിക്കാം, ചോദിക്കാം, പറയാം. ആദ്യം തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ, അത് നടക്കാനായിട്ടുള്ള ത്രാണി എനിക്കില്ല. അതിന്റെ വ്യക്തതയുള്ള ആളോട് കൊടുക്കുകയാണ്. കമോൺ ഷാഹി. തീർച്ചയായിട്ടും നമ്മളോട് പറയുന്നതാണ്, നമ്മൾ സിനിമയിൽ സക്സസ് ആയെന്ന് അറിയുന്നത് ഒരു കോപ്പ ക്ലാസിക് മൂടിയ രീതിയിൽ ഒരു ചായ കിട്ടുമ്പോഴാണ് നമ്മൾ സിനിമയിൽ വിജയിച്ചതെന്ന് നമ്മളുടെ മുന്നേ ഉള്ള ആൾക്കാർ പറഞ്ഞു. എന്തോ ഞാൻ വർക്ക് ചെയ്ത സിനിമകളിലൊന്നും അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയത് തൊണ്ടി മുതലായതുകൊണ്ട് എനിക്ക് അവിടുത്തെ പ്രശ്നം ഉണ്ടായില്ല. ചിലപ്പോൾ പോലീസ് ആയതുകൊണ്ടാവാം. കോപ്പ ക്ലാസിക് ചായ കിട്ടുമെന്ന് പറയുന്നതാണ് സിനിമയിൽ ഒരു പ്രിവിലേജ് ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ സിനിമയിൽ എന്തോ ആയി എന്നൊക്കെ ഒരു വിശ്വാസം ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അപ്പൊ അതിനെ തന്നെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ഫസ്റ്റ് ടൈറ്റിൽ കാണുമ്പോൾ തന്നെ ഒരു പ്രേക്ഷകർ ശരിക്കും അതിന്റെ തുടക്കം തന്നെ ഒരു ട്രാൻസ് മോഡിലൂടെ ഇങ്ങനെ പ്രേക്ഷകനെ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. ഇതൊരു സ്ലോ പേസിലൂടെ പതിയെ ഒരാളെ ഇങ്ങനെ മയക്കി കൊണ്ടുപോകുന്ന ആ ഒരു പേസ് ഉണ്ടല്ലോ. അപ്പൊ പിന്നീടാണ് കഥാപാത്രം എങ്ങനെയാണ് ഒരു ഡിഫറെന്റ് ട്രാവൽ ജേർണിയാണ്. അയാളുടെ കുഴപ്പമാണോ, അയാളുടെ അംബീഷന്റെ ഇതാണോ, എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്, എല്ലാവരും നെഗറ്റീവ് പറയുമ്പോഴും അതിനെതിരെ അതിന് മുമ്പിൽ ഇങ്ങനെ ഓടുക എന്ന് പറഞ്ഞാൽ ആ കഥാപാത്രത്തിന് ഒരു ആർക്കുണ്ട്. ഇത് കേട്ട സമയത്ത് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചെയ്ത കഥാപാത്രം ഈ ആർക്ക് എനിക്ക് ഇതുവരെ ചെയ്തിട്ടില്ല, ഇത് ഫൈറ്റ് നോക്കണം വിചാരിച്ചൊരു കഥാപാത്രമാണ്? തീർച്ചയായിട്ടും അതിൽ യാതൊരു സംശയമില്ല. കാരണം ഇതിനു മുമ്പ് ഷാഹിയുമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള 2 പോലീസ് കഥാപാത്രങ്ങളും 2 സിനിമകളും വ്യത്യസ്തമാണ്. അപ്പൊ അതിൽ നിന്നും എങ്ങനെ ഉന്മാദവും ഷെല്ലിയും മാറ്റി നിർത്താം, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അവതരിപ്പിക്കാം എന്നുള്ള ശ്രമത്തിന്റെ ഉത്തരമാണ് ഉന്മാദം എന്നുള്ളത്. സാധാരണ ഒരു പോലീസ് കഥയ്ക്ക് പറ്റിയ പേരാണ് ഉന്മാദം എന്നുള്ള സംശയം പലർക്കും ഉണ്ടാവാം. കാരണം നമ്മളൊരു
ഓഫീസർ ഓൺ ഡ്യൂട്ടി അല്ലെങ്കിൽ നായാട്ടം എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു എൻഗേജിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഓറിയന്റഡ് ഫീൽ തരുന്ന ഒരു പേരാണ്. പക്ഷെ ഉന്മാദം ആ കാര്യത്തിൽ കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു ടൈറ്റിലുമാണ്, സിനിമയുമാണ്. അതിൽ കഥാപാത്രങ്ങൾ അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ ഷെല്ലിയുടെ കഥാപാത്രം അങ്ങനെ തന്നെയാണ്. ഷാഹിയുടെ തന്നെ യഥാർത്ഥ ജീവിതത്തിലുള്ള കുറേ ഇൻസിഡൻസ്, പുള്ളിക്ക് അനുഭവമുള്ള പരിചയമുള്ള ആൾക്കാർ, പരിചയമുള്ള പരിസരങ്ങൾ, ഇതെല്ലാം നമ്മൾ കുറച്ചുകൂടെ സിനിമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചെറിയൊരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് അതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഷെല്ലിയുടെ യാത്രകൾ, ഈ പറയുന്ന പോലെ പുള്ളിയുടെ വിചാരങ്ങൾ അല്ലെങ്കിൽ ചിന്തകൾ, മുമ്പോട്ടുള്ള യാത്രകൾ, ഇപ്പം പുള്ളിയുടെ ഒരു തുടക്കത്തിൽ നമ്മൾ കാണിക്കുകയാണെങ്കിൽ പുള്ളിയുടെ കുടുംബജീവിതത്തിൽ കുറച്ചുകൂടെ ഡോമിനേറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഭാര്യയാണ്, അല്ലെങ്കിൽ സഹപ്രവർത്തകരാണെങ്കിൽ പോലും പുള്ളിയെ പല കാര്യങ്ങളിലും പിന്നോട്ട് വലിക്കാറുണ്ട്. ഇപ്പോൾ സിനിമയുടെ കാര്യം പുള്ളി അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അത് വേണ്ടാന്ന് പറയുകയും അത് മാറ്റി നിർത്താൻ പറയുകയൊക്കെ ചെയ്യുകയോ, അല്ലെങ്കിൽ പുള്ളി ഒരു പുതിയ പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു ഫയലിന്റെ കാര്യം ചോദിക്കുമ്പോൾ അത് തുടരുത് എന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോഴും പുള്ളിയുടെ കാര്യങ്ങളിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. അപ്പോൾ അത് വേറൊരു പെർസ്പെക്റ്റീവാണ്. കാരണം എത്ര വലിയ തടസ്സങ്ങളുണ്ടെങ്കിലും തിരിച്ചടികളുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ ഒരു പാഷന് വേണ്ടി അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ അത് വിജയിക്കും എന്നത് വേറൊരു രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുന്ന ഒരു കഥയും കൂടിയാണ് ഇതിലെ ഉന്മാദവും അല്ലെങ്കിൽ ഷെല്ലി എന്ന് പറയുന്ന കഥാപാത്രവും. ആ രീതിയിൽ അത് കുറച്ച് വേറിട്ട് നിൽക്കുന്ന സിനിമയുമാണ്, കഥാപാത്രവുമാണ്. ഇത് ഷാഹിദ് കഥ പറയാൻ മലയാളം തന്നെ മൈൻഡിലുണ്ടാകും, പോലീസ് കഥാപാത്രമായിരിക്കും എന്നിങ്ങനെ ഒരു മൈൻഡിലുള്ളത്. കാരണം രണ്ടോടനും പോലീസ് കഥാപാത്രമായിരുന്നു, മൂന്നാമത് വരുമ്പോഴും ഇത് പോലീസ് തന്നെ ആയിരിക്കും. ഇല്ല, ഷാഹി കുറച്ച് കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാവരും പറഞ്ഞ പോലെ പോലീസ് തന്നെയാണ് അതിന്റെ മെയിൻ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അതിൽ നിന്നും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സിനിമകളിൽ നിന്നൊക്കെ എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ളത് അതിന്റെ ഒരു ശ്രമമാണ്. ഇപ്പൊ ഈ ചോദ്യം തന്നെ അതിന്റെ ഒരു ഉത്തരമാണ് ശരിക്കും പറഞ്ഞത്. അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ചോദ്യം ചോദിക്കപ്പെടുക എന്നുള്ളത് ഒരു പോലീസ് കഥയ്ക്ക്, അല്ലെങ്കിൽ ഷാഹിയും ഞാനും കൂടെ വീണ്ടും ഒന്നും ചേർന്ന മൂന്നാമത്തെ സിനിമയിലേക്ക് ആ ഒരു ചോദ്യം വരുന്നത് തന്നെ ഒരു വ്യത്യസ്തത ആ സിനിമയ്ക്ക് അവകാശപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. താങ്ക് യു ഫോർ ദാറ്റ്. ഈ ശരിക്കും സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴേ ഈ നമ്മുടെ തോട്ടിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്, ഒരു ഗ്രാജുവൽ ഗ്രോത്ത് ശരിക്കും സിനിമയ്ക്ക് സംഭവിക്കുന്നുണ്ടല്ലോ. ടുവേർഡ്സ് എൻഡ് ആകുമ്പോഴത്തേക്കും ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ആളുകൾ ചിന്തിക്കുക എന്നുള്ള രീതിയിലേക്കാണ് സിനിമ എൻഡ് ആവുന്നതും അതാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഇത്ര ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവുന്ന തോട്ട് ഉണ്ടായിരുന്നു ശരിക്കും സിനിമ ചെയ്യുന്നത്? ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളത് നിരന്തരം നമ്മൾ അതിന്റെ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അത് ഷൂട്ടിംഗ് സമയത്തും അല്ലാത്തപ്പോഴും പോസ്റ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുമ്പോഴും ഈവൻ ഡബിങ്ങും ഷൂട്ട് പാക്കപ്പ് റാപ്പും ഡബിങ്ങും കഴിഞ്ഞിട്ട് പോലും നമ്മളത് വേറൊരു രീതിയിൽ തന്നെ വേറൊരു കുറച്ചും കൂടെ ക്ലിയർ ആയിട്ടുള്ള എൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ള റീഷൂട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. റീഷൂട്ടല്ല, ശരിക്കും എക്സ്റ്റൻഡ് ഷൂട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒരു സാധാരണ പ്രേക്ഷക എനിക്ക് അയച്ചൊരു മെസ്സേജ് അത് റിവീൽ ചെയ്യുന്നുള്ളതാണ് സത്യം. അതില് പക്ഷെ പറഞ്ഞ സ്പോയിലർ ആയിട്ടോ, അത് എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ആ ഒരു സാധാരണ പ്രേക്ഷകയ്ക്ക് മനസ്സിലായത്. ആ രീതിയിൽ തന്നെയാണ് അത് പുള്ളിക്കാരിക്ക് കിട്ടിയത് എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ഒരു സാധാരണ ആൾക്കാർക്ക് പോലും, സാധാരണ പ്രേക്ഷകർക്ക് പോലും മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു തെളിവ്. ഒരു റിസ്ക് ടേക്കിംഗ് ആയിരുന്നു, പക്ഷെ റിസ്ക് എടുത്തില്ലെങ്കിൽ റിസൾട്ട് ഇല്ല എന്നുള്ളതാണ് അതാണ് അതിന്റെ കാര്യം. ഉണ്ടായിരുന്നു ആ ഒരു ഇപ്പൊ ഇതിനു മുമ്പ് എഴുതിയിരിക്കുന്ന സിനിമയുടെ കുറച്ചുകൂടെ ഒരു നോർമൽ എൻഡിങ് കൈൻഡ് ഓഫ് ഇതാണ്, ഇത് കുറച്ചുകൂടെ കൺഫ്യൂസ്ഡ് ആവില്ല എന്നുള്ള ഒരു പോയിന്റ്. അല്ല, ഈ സിനിമയെ ഈ പറയുന്ന നമുക്ക് സിനിമയെ കുറിച്ചൊന്നും പറയാൻ പറ്റാത്ത, അല്ലെ എന്ത് പറഞ്ഞാലും സ്പോയിലർ ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ ഇൻഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്, ഈ സിനിമയ്ക്ക് ഉന്മാദം എന്ന് ഇടുന്ന പേര് തന്നെ ക്ലിയർലി ഇതൊരു പോലീസ് പ്രൊസീജിയർ ഇൻവെസ്റ്റിഗേഷൻ കുറ്റാന്വേഷണ സിനിമ അല്ല എന്നുള്ള ഉദ്ദേശത്തോടെയാണ്. ഇന്റർവ്യൂ ചോദിച്ചപ്പോൾ ഞാൻ ഈ പേര് എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചാൽ ഉന്മാദം എന്ന് പറഞ്ഞ് NP സജേഷൻ വേറെ ആൾ കൂടെ എഴുതിയൊരു പുസ്തകത്തിൽ നിന്നാണ് ഈ പേര് ഓപ്റ്റ് ചെയ്തത്. അതിന്റെ തന്നെ പ്രധാന കാരണം ലോകത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ, സാഹിത്യകാരന്മാര്, പോയിറ്റ്സ്, ഇങ്ങനെയുള്ളവർ, ഭ്രാന്തുള്ളവരുടെ അവരുടെ ഭ്രാന്തിനെ കുറിച്ചായിരുന്നു ആ പുസ്തകം. സോഫാർ ഇത് എനിക്ക് തോന്നുന്നു, ചില റിവ്യൂസ് ഒക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ട് ഓക്കെ അത് അവരുടെ പ്രശ്നമാണ്, നമുക്ക് പറയാം. ഇത് ആക്ച്വലി ഒരു എഴുത്തുകാരന്റെ ഭ്രാന്ത് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതാണ് ഈ സിനിമ. ആക്ച്വലി അതൊരു പോലീസ് സ്റ്റേജിൽ വന്നപ്പോൾ ഒരു ഭയങ്കര ഹൈ എൻഡ് കുറ്റാന്വേഷണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഹൊററിനൊക്കെ ഫീൽ ചെയ്തതല്ല. നമ്മളതൊരു കുറ്റാന്വേഷണ സിനിമയായിട്ടല്ല കണ്ടത്,
കുറച്ചൊരു സൈക്കോളജിക്കൽ പടമായിട്ടാണ് കണ്ടത്. പിന്നെ എന്താ പറയുക, ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നതിന് എനിക്ക് തോന്നുന്നു ജോസഫ് ഇറങ്ങിയ ശേഷമാണ് ഇങ്ങനെ ഒരു സിനിമ ഇരിക്കുന്നത്. എഴുത്തുകാരനും അയാൾ എഴുതുന്ന കഥയും രണ്ടാണ്. അതിനൊരു റിയാലിറ്റി ഇല്ല, ഭയങ്കര ഫിക്ഷണലൈസ്ഡ് ആണ് എന്ന് പറയേണ്ടത്. കാരണം ഞാൻ എന്ന് പറഞ്ഞ പോലീസുകാരൻ ജോസഫ് എന്ന് പറഞ്ഞ സിനിമ എഴുതി കഴിഞ്ഞപ്പോൾ ആൾക്കാർ വിചാരിച്ചത് റിയലാണ്. ആൾക്കാരെ കൊണ്ടുപോയി വണ്ടി ഇടിച്ച് തലച്ചോറ് തല്ലി പൊട്ടിച്ച് ബ്രെയിൻ ഡെഡ് ആക്കി ഓർഗൻ എടുക്കാന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചത്. ഈ ചായക്കടയിൽ വെച്ച് ഞാൻ തന്നെ കേൾക്കുമ്പോഴാണ് രസം. വയനാട്ടിൽ ചായക്കടയിൽ ഇരിക്കാൻ നേരം ഈ സിനിമയെ കുറിച്ച് പറയുമ്പോൾ എന്തോ ഒരു സംഭവം ഉണ്ടായപ്പോൾ രണ്ടുപേരും പറയാണ് അത് റിയലാണ്. കാരണം അതിൽ എഴുതിയത് പോലീസുകാരനല്ലേ, ഞാൻ അടുത്തിരിക്കുന്നത്, ഇത് ഫേക്കാണെന്ന് അറിയാവുന്നത് ഞാനാണ്. അപ്പൊ അങ്ങനെ ഒരു തോട്ട് വന്നപ്പം എഴുത്തുകാരനും കഥയും രണ്ടാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് ആക്ച്വലി ഉന്മാദം എന്ന് പറയുന്ന സിനിമ ഉണ്ടാവുന്നത്. ശരിക്കും ഈ സ്ക്രിപ്റ്റ്, സ്റ്റോറി, പോലീസ് എല്ലാം കൂടെ ഷായ്ക്കായിട്ട് ഭയങ്കര ഡയറക്ട്ലി കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണല്ലോ. ശരിക്കും ഫസ്റ്റ് ഹാഫിൽ കുറെയൊക്കെ റിയൽ ലൈഫ് സംഭവങ്ങളുണ്ടാവും. എല്ലാ സിനിമയിലും കുറച്ചൊക്കെ ഒരു എഴുത്തുകാരനുണ്ടാവും, എല്ലാം ആണെന്നല്ല അതിന്റെ അർത്ഥം. പടത്തിന്റെ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴേക്കും സിനിമാക്കാരുടെ ഒരു വേഷം പറയുന്നു. അതായത് നായകൻ പറയുന്നത് സ്പോയിലർ ആണെന്ന് പറയാൻ പറ്റില്ല, കുഴപ്പമില്ല പറഞ്ഞോളൂ. നാട്ടുകാർ കാണുന്ന സിനിമാക്കാരെ വീട്ടുകാരും കാണുന്നുള്ള അത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഡയലോഗാണ്. ശരിക്കും അതിപ്പോ ഫേസ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണ്. സിനിമ എന്ന സ്വപ്നം കണ്ട് ഇറങ്ങിച്ചിരിക്കുന്ന ഒരുപാട് ഫിലിം ഇറങ്ങിച്ചിരിക്കും, പക്ഷെ സക്സസ് ആവാൻ വളരെ കുറവാണ്. സക്സസ് ആയാത്ത അവസ്ഥ എന്താണെന്ന് അവർക്ക് അറിയത്തുള്ളൂ, എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പുറമെ നോക്കുന്നവർ എത്രത്തോളം ജഡ്ജ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അത് എപ്പോഴെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ട്? ഇപ്പോഴും താങ്കൾ റൈറ്ററാണ്, നോൺ റൈറ്ററാണ്, ഇപ്പോഴും അത് ഫേസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ആൾക്കാരുടെ കാഴ്ചപ്പാട് ഭയങ്കര ഡിഫറെന്റ്. നമ്മൾ എത്ര സ്ട്രെസ്സിലൂടെയാണ്, എത്ര പെയിനിലൂടെയാണ് കടന്നു പോകുന്നത്, നമ്മൾ എന്തൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഈ സിനിമയിൽ നിൽക്കുന്നത്. ഇപ്പം ഓക്കെ, ഞാൻ ഇപ്പൊ ചാക്കോറ്റിനെ കണക്ക് ഒരാൾ വർഷത്തിൽ എത്ര ദിവസമായിരിക്കും കുടുംബമായിട്ട് സ്പെൻഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ ഇൻട്രോ ഒരു ഗൾഫുകാരനേക്കാളും കുറച്ചായിരിക്കും. ഗൾഫിലുള്ളവർക്ക് 2 മാസമെങ്കിലും ലീവ് കിട്ടും. നമ്മൾ എന്തായാലും ഡിഫറെന്റ് ആയിട്ട് ഫാമിലി ആയിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടാണ്. ജോമോൾക്കും അങ്ങനെ ആയിരിക്കും. ഏറെക്കുറെ ഫാമിലി ആയിട്ട് ഭയങ്കര ഡിറ്റാച്ച്ഡ് ആയിട്ട് നമ്മൾ ഈ പ്രൊഫഷനെ ഡീൽ ചെയ്യേണ്ടി വരും. നമ്മള് പിന്നെ കിട്ടുന്ന ഫാമിലി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നുള്ള അങ്ങനെയല്ല. എന്താ പറയാ, നമ്മുടെ കുറെ നാള് ഫാമിലിയുടെ കൂടെ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന ആളാണ്. അതുപോലെ ഫാമിലി തന്നെ ചോദിക്കാൻ തുടങ്ങിയ പണിക്ക് പോകുന്നില്ല. ഇത് ഈ ഒരു ഫേസ് എന്ന് പറയുന്ന ഒരു നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഒരു കാര്യം തന്നെയാണ്. പലരും സിനിമയിലേക്ക് വരുന്ന ഒരുപാട് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ആയിട്ടാണ്. അതിൽ വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് വിജയിക്കുന്നത്. കുറെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ചിലർ സ്ട്രഗിൾ ചെയ്തിട്ട് പോലും വിജയിക്കാത്ത ആൾക്കാരുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പം എൻ്റെ ഒരു കുടുംബത്തിന്റെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അത്രയും ഒരു സക്സസ് എൻ്റെ ഫാദറിന് കിട്ടിയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ അപ്പൻ സിനിമയിൽ അപ്പൻ്റെ സിനിമയിൽ നിന്ന് ലഭിച്ച കുറച്ച് ദുരനുഭവങ്ങൾ എൻ്റെ ഫാമിലി, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വീണ്ടും സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ആളല്ലേ. പക്ഷെ വീണ്ടും സിനിമയിലേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നു അപ്പൻ്റെ ഒരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണം ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു യാത്രയായിരിക്കാം ഞാനിപ്പോൾ എനിക്കിപ്പോൾ കിട്ടുന്ന ഒരു റെക്കഗ്നിഷനും ഒരു അംഗീകാരവും സ്നേഹവും എല്ലാം സിനിമ അഭിനയിക്കാനുള്ള അവസരങ്ങൾ ഉൾപ്പെടെ. അപ്പൊ അതൊക്കെ ചിലപ്പോൾ ഒരു ജനറേഷൻ ചേഞ്ചിലും ചിലപ്പോൾ ആ ഒരു കാര്യം സംഭവിച്ചേക്കാം. തനിക്ക് പറ്റിയില്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് ചിലപ്പോൾ ആ ഒരു ഭാഗ്യം ലഭിച്ചേക്കാം. അങ്ങനെ വിശ്വസിച്ച് വരുന്ന ആൾക്കാരുണ്ട്, അതിനുവേണ്ടി സ്ട്രെയിൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മളൊരു കാര്യത്തിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ വിജയം ഉണ്ടാവും. അത് അൾട്ടിമേറ്റ്ലി അവിടം വരെ പോകാനുള്ള ക്ഷമയും ഒരു ധൈര്യവും കൂടെ വേണം എന്നുള്ളതാണ് സത്യം. അപ്പൊ ആ രീതിയിൽ ഈ ഉന്മാദത്തിലെ ഷെല്ലിയുടെ ഒരു പെർസ്പെക്റ്റീവിൽ പോലും നോക്കുകയാണെങ്കിൽ, പലരും വലിക്കുമ്പോഴും അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുമ്പോഴും ഷെല്ലി എന്ന വ്യക്തി ഒരു പോലീസ് ഉദ്യോഗസ്ഥനപ്പുറം സിനിമയിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന ഷെല്ലി എന്ന കഥാകൃത്ത്, അദ്ദേഹത്തിന്റെ ഒരു പരിണാമം, ഒരു യാത്ര ആണ് ശരിക്കും ഉന്മാദം. ഒരു കോപ്പ് മിസ്റ്ററി ത്രില്ലർ അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ എലമെന്റ്സിനപ്പുറം കുറച്ചുകൂടി മാനുഷികമായിട്ടുള്ള നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആൾക്കാരുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കഥാപാത്രവും കഥാപരിസരവുമാണ് ഷെല്ലിയും ഉന്മാദവും.
ഇതിലെ കഥാപാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നോർമലി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വീട്ടിൽ സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ അത്ര പ്രഷറിൽ ജീവിക്കുന്ന രണ്ട് കുട്ടികളും ഭർത്താവും ഉഴപ്പനായ ഒരു ഭർത്താവ് എന്തിന്റെയോ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഭർത്താവ്. അപ്പൊ ആ ഒരു ഫ്രസ്ട്രേഷനിലുള്ളൊരു ലൈഫ് ഉണ്ടാകുന്നത് അത് സൗണ്ട് റൈസ് ചെയ്യുമ്പോഴും ഡിപ്രസ് ആയിരിക്കുന്ന സമയത്തും അത് ഫീൽ ചെയ്യും. ഇപ്പൊ താങ്കൾ ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങൾ എടുത്ത് നോക്കിയാലും അതേപോലെ സിമിലാരിറ്റി ഒരേപോലെ തന്നെ ഒരേ സാക്രീസ് ഉള്ള സോഷ്യൽ മീഡിയ തന്നെ ഡിപ്രഷൻ സ്റ്റാർ ഒരു പേര് ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു കഥാപാത്രങ്ങൾ കിട്ടുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇതൊന്ന് മാറ്റി പിടിക്കണം അല്ലെങ്കിൽ ഇപ്പൊ നോക്കണം തോന്നാമോ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു സിനിമയുടെ ഉന്മാദത്തിന്റെ പ്രൊമോഷൻ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ അടുത്ത കാലങ്ങളിലായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഇമോഷൻസ് കൂടി കടന്നു പോകുന്ന അല്ലെങ്കിൽ കുറെ അധികം ഇമോഷൻസ് ഹോൾഡ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ ഇതൊന്നും ഒന്നിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന പോലെയുള്ള ക്യാരക്ടേഴ്സും അല്ല. ഇപ്പൊ ഞാൻ ഉന്മാദത്തിൽ ചെയ്തിരിക്കുന്ന നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, സൗമ്യ എന്ന് പറയുന്ന ക്യാരക്ടറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നല്ല ബേബി ഗേളിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ അല്ലെങ്കിൽ പൊന്മാനിലെ ക്യാരക്ടർ. ഈ ക്യാരക്ടേഴ്സിനൊക്കെ ഈ പറയുന്ന ഇമോഷൻസ് അവരങ്ങനത്തെ ഇമോഷൻസിൽ കൂടെ കടന്നു പോകാനുള്ള കാരണങ്ങൾ ഡിഫറെൻ്റ് ആണ്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത്, എല്ലാവരും ചോദിക്കുമ്പോൾ എനിക്കും തോന്നിയ ഒരു കാര്യം, ഈ സിനിമകളിലൊക്കെ ചിരി എന്ന് പറയുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു എലമെന്റ് വളരെ കുറവാണ്. അപ്പം എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. പക്ഷെ ഞാൻ എല്ലാ ഇന്റർവ്യൂസിലും എപ്പോഴും പറയാറുണ്ട്, എനിക്കും ലൈറ്റർ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ലൈറ്റർ സിനിമകളുടെ ഭാഗമാകാൻ ആഗ്രഹമുണ്ടെന്ന്. പിന്നെ എനിക്ക് ഒരു വിയോജിപ്പ് ഈ ഒരു സിനിമയിലുള്ളത്, ഞാൻ ഒരു വളരെ ചെറിയൊരു ലൈറ്റർ മൂമെന്റ് ഉണ്ടായിരുന്നു, കട്ട് ചെയ്ത് കളയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഉള്ളൊരു ലൈറ്റർ സീൻ ഇതിലില്ല ഇന്ന് ഞാൻ സിനിമ കണ്ടപ്പോ. അപ്പൊ അതും കൂടി പറയാം. അതെന്തായാലും നമുക്ക് അപ്പൊ തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. എല്ലാ ആക്ടേഴ്സിനും ഉള്ള പോലെ തന്നെ എല്ലാ ജോണേഴ്സിലും ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ തന്നെയാണ് ആഗ്രഹം. കാത്തിരിക്കുകയാണ്. ഞാൻ എല്ലാ ഇന്റർവ്യൂസിനും അത് പറയാറുമുണ്ട്. അതെ, സംഭവിക്കട്ടെ. അപ്പൊ ആദ്യ ചിത്രം നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണുമ്പോൾ ഫസ്റ്റ് സ്ക്രീൻ നമ്മുടെ ഡയറക്ടർ പയ്യുന്നൊരു പേര് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി എഫേർട്ട് ഇടുന്നത് ചെറിയൊരു എഫേർട്ടല്ല, ആ ജേർണി ചെറിയൊരു ജേർണിയല്ല. ഇന്നിപ്പോൾ ആ മൊമെന്റിൽ നിൽക്കുമ്പോൾ ആ പ്രഷർ ഓരോ റെസ്പോൺസുകൾ നെഗറ്റീവും പോസിറ്റീവും എല്ലാം കേൾക്കുന്ന കൂടെ ഉള്ളവരുടെ എന്താ പറയാ ആ ഒരു എന്താ പറയാ സപ്പോർട്ടും എല്ലാം ഈ മൊമെന്റിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആക്ച്വലി ഞാൻ സംവിധായകനാവണമെന്ന് ഒരിക്കലും വിചാരിച്ച ആളല്ല. പക്ഷെ എനിക്ക് എൻ്റെ കൂടെയുള്ള കൂട്ടുകാരും സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്ന് ഭയങ്കരമായി സപ്പോർട്ട് ചെയ്തു. ഒരു സിനിമ ഒരു ഓൾമോസ്റ്റ് 1 year ആയിട്ട് എക്സിക്യൂഷൻ പ്രോസസ്സിലെത്തി. നമ്മളിന്നത് സിനിമ കാണുന്നു, അത് കണ്ട് എല്ലാവരും എനിക്കൊരു പുതിയ അനുഭവം തന്നെയാണ്. എങ്ങനെയാണെന്ന് എക്സ്പ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും ഭയങ്കര മിക്സ്ഡ് ഫീലിംഗ് ആണ്, ഭയങ്കര ഇമോഷണലാണ്, ഭയങ്കര സന്തോഷമുണ്ട്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞ് അറിയിക്കുന്നതില്ല. ശരിക്കും ആക്ച്വലി ആ ഒരു ആ സ്പേസിൽ ആ പൊസിഷൻ നിന്നാലാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. നമ്മളുടെ ഞാനൊരു 40ഓളം സിനിമകൾ എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ് ശരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒരു സിനിമ നമ്മൾ ലീഡ് ചെയ്യുന്നു, നമ്മുടെ തിയേറ്ററിൽ അത് ആളുകൾ കാണുന്നു. ഓക്കെ, സിനിമ കഴിയുമ്പോൾ അത് ആളുകൾ കൈയടിക്കുന്നു, നമ്മുടെ പേര് അവിടെ എഴുതി കാണിക്കുന്നു. ആ പേര് എഴുതി കാണിക്കുന്ന ഒരിക്കലും ഒരു കാലത്തും എൻ്റെ ടൈറ്റിൽ എഡിറ്റഡ് ബൈ കിരൺദാസ് ആകുമ്പോൾ എനിക്ക് ഒരു കാലത്തും എക്സൈറ്റ്മെന്റ് ഉണ്ടായിട്ടുള്ള ആളല്ല ശരിക്കും. പക്ഷേ ഡയറക്ടഡ് ബൈ കിരൺദാസ് നമ്മൾ ഒബ്വിയസ്ലി ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് എന്താണ് തോന്നിയത് എനിക്കിതൊരു മനസ്സിലായിട്ടില്ല. ഞാൻ ഡീകോഡ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. നമ്മളൊരു കഥ പ്രസന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എഴുതുന്ന സമയത്ത് കുറച്ച് പേരെ തൃപ്തിപ്പെടുത്താൻ എളുപ്പമാണ്. കുറെ പേരെ തൃപ്തിപ്പെടുത്താൻ പറഞ്ഞാൽ അതൊരു ചെറിയ പ്രോസസ് അല്ലേ. എന്ത് വിചാരിക്കും ആളുകൾ, ഇങ്ങനെ ഡൈജസ്റ്റ് ചെയ്യുമോ, ഇങ്ങനെ ആയിരിക്കും തിങ്ക് ചെയ്യുന്ന, അവർക്ക് അത് ഡൈജസ്റ്റബിൾ ആകുമോ, ഇതിങ്ങനെ ഒരു പോസിബിലിറ്റി അത്രത്തോളം ലോജിക്കലുണ്ട്, റിയലിസ്റ്റിക് ആണോ, ഒരു വലിയൊരു ക്വസ്റ്റ്യൻസ് തന്നെയാണ് അത്. അപ്പം എത്രത്തോളം ടഫാണ് ഒരു ഓരോ കഥ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇത് ഓഡിയൻസിന് എത്രത്തോളം കൺവേ ആവും എന്നുള്ള ആ പ്രോസസ് ഉണ്ടല്ലോ, അതൊന്നും പറയുന്നത്. ഇല്ല, എനിക്ക് തോന്നുന്നു ഞാൻ ഇനി എന്ത് നെഗറ്റീവോ പോസിറ്റീവോ റിവ്യൂസ് വന്നാലും ശരി, ഞാൻ എഴുതിയതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ സ്ക്രിപ്റ്റ് ഇതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്കറിയാം, കൃത്യം പോയിന്റ് അവർക്ക് ഇമോഷൻ വരും, അവിടെ വരും, ഇവിടെ വരും. നമുക്ക് ആൾക്കാരെ ഇങ്ങനെ ഇമോഷണലി പടം കഴിയുമ്പോൾ അവർ ഇച്ചിരി ബുക്കായിപ്പോൾ ഇങ്ങനൊരു മീറ്റർ കൃത്യമായി ഉണ്ടായിരുന്നു. എൻ്റെ 5 സിനിമകളിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഇതെന്ന് പറയാൻ കാരണം ഈ സ്ക്രിപ്റ്റാണ് ഏറ്റവും എക്സ്പെരിമെന്റൽ ആയിട്ടുള്ളത്. ഇപ്പം നേരത്തെ ലിജോയ്ക്ക് ചോദിച്ചു, ഇതിൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടർ ലിജോയുടെയാണ്. ഷെല്ലി ആരാണെന്ന് സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ലിജോയാണ്. ഷെല്ലിയെ നിങ്ങൾ കാണുന്ന അവസാനം കാണുന്ന ഷെല്ലി ആദ്യം അറിയാവുന്ന ലിജോ അല്ലെ സൗമ്യ എന്ന് പറഞ്ഞ ഭാര്യയ്ക്ക് മാത്രമാണ് ഇയാളുടെ പ്രശ്നം എന്താണെന്ന് അറിയാത്തത്. എന്നാൽ സിനിമയിൽ ഇത് വെളിയിൽ വരാനും പറ്റില്ല. ഇയാൾ കയ്യിൽ നിന്ന് പോകുന്ന സമയങ്ങളിൽ ഇയാൾ നൈസായിട്ട് എന്തെങ്കിലും ഡയലോഗ് പറഞ്ഞൊക്കെ സപ്പോർട്ട് ചെയ്ത് പോകണം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരു ക്യാരക്ടറായിരുന്നു ലിജോയുടെ. ഇവിടെ ഇത് കുറച്ച് എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ ഒത്തിരി 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 രീതി നിങ്ങൾക്ക്
അല്ല നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി റിവ്യൂ ചെയ്തവർക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അത് ഞങ്ങളുടെ തെറ്റല്ല, അല്ല ഞങ്ങളുടെ തെറ്റല്ലെന്നല്ല, ഞങ്ങളുടെ തെറ്റ് തന്നെ ആവാം. കാരണം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കാണാൻ പറ്റാതെ ആവാം. സോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്ക്രിപ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഈ സിനിമ നിങ്ങൾ ചോദിച്ച അർത്ഥത്തിലാണ് ഞാൻ എഴുതിയത് ഏറ്റവും നല്ലത് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ഒരാൾ മാത്രമേ ചോദ്യം ചെയ്യൂ. അനിയത്തി പ്രാവ് എന്നൊരു മൂവിയിൽ ഒരു ചോക്ലേറ്റ് പയ്യനായി വന്ന് ഇപ്പൊ ഉന്മാദം എന്ന് പറയുന്ന മൂവിയിലേക്ക് ഒരു പോലീസ് ഓഫീസറിലായിട്ട് വന്ന് നിൽക്കുന്നുണ്ട്. തിരിച്ച് ഒരു ചോക്ലേറ്റ് പയ്യനായി അനിയത്തി പ്രാവ് പോലെ ഒരു മൂവിയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതില് എന്താ പറയാ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഉള്ള യാത്ര നടത്തിയത് കൊണ്ടാണ് ഇവിടെ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ വേദിയിൽ നിങ്ങളോട് എല്ലാവരോടും സംവേദിക്കാൻ പറ്റുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ല ഞാൻ ചെയ്യുന്നത് മാത്രം ശരി, എൻ്റെ ചിന്തകൾ മാത്രമാണ് കറക്റ്റ്, അത് ബാക്കിയുള്ളവരൊക്കെ ചിന്തിക്കുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിൽ നോക്കാതെ ആരിൽ നിന്നൊക്കെ എന്തൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുമോ അതൊക്കെ ഉൾക്കൊണ്ട് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട്, പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ഒരു പരിധി വരെ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് മുമ്പോട്ടുള്ള യാത്ര നടത്തിയാണ്. പക്ഷെ എന്നാലും നമ്മൾ എക്സ്പീരിയൻസ് എടുക്കും. ഏതെങ്കിലും രീതിയിൽ ഏതെല്ലാം രീതിയിൽ നമുക്ക് പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കാറുണ്ട്. അപ്പൊ ആ ഒരു ഓപ്ഷനുകളിൽ ഏറ്റവും നല്ലത് നമുക്ക് ലഭിക്കുന്ന ഓപ്ഷനുകളിൽ ഏറ്റവും നല്ലത് ഏതാണെന്നുള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യുക, നമ്മൾ ചെയ്യുക. അപ്പൊ ആ ഒരു അർത്ഥത്തിൽ ഉന്മാദത്തിൽ വന്ന് നിൽക്കുമ്പോൾ ചോക്ലേറ്റ് എന്നുള്ളൊരു പേര് തന്നെ വേണ്ട അല്ലെങ്കിൽ അപ്രസക്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കാലത്തിനനുസരിച്ചുള്ള പ്രായത്തിനനുസരിച്ചുള്ള സ്വഭാവത്തിനും അല്ലെങ്കിൽ ആൾക്കാരെ എന്നെ ഇപ്പോഴെങ്ങനെ കാണുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള റൊമാൻസും ഫണ്ണും പരിപാടികളെല്ലാം എന്തായാലും നമ്മൾ പിടിക്കും. അത് ആരാണെങ്കിലും ഏതൊരു അഭിനേതാവാണെങ്കിലും അതിനെ ശ്രമിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ സോക്കോൾ ഇത്ര ഇന്റൻസ് അല്ലാത്ത, ചിലപ്പോൾ കുറച്ചുകൂടെ കാഷ്വലായിട്ട് കണ്ട് ജസ്റ്റ് ഒരു സിനിമ കണ്ടു പോവുക, ഒരു സിനിമ കണ്ട് ആസ്വദിച്ചു പോവുക എന്നുള്ള രീതിയിലുള്ള സിനിമകളും കഥാപാത്രങ്ങളും ഇനിയും ഉണ്ടാവും. അതിൽ അങ്ങനെ സംശയം തോന്നുന്ന കാര്യമില്ല. പക്ഷെ പഴയ അനിയത്തിപ്രാവ്, പഴയ ചോക്ലേറ്റ്, പഴയ ചാക്കോച്ചൻ അത് എന്തായാലും വേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മൾ കാണുന്ന സിനിമകൾ കൂടുതൽ കഴിഞ്ഞാൽ ഇപ്പൊ കുടുംബ ചിത്രങ്ങൾ എന്ന് പറയാനൊക്കെ വളരെ കുറവാണ്. പക്ഷെ എല്ലാ പ്രേക്ഷകരും ഒരേപോലെ ഡൈജസ്റ്റ് ആകുന്ന സിനിമകൾ വളരെ കുറവാണ്. എന്നാൽ കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്ന, കൂടുതൽ ത്രില്ല് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ സിനിമകൾ കൂടുതൽ ഇറങ്ങുന്നത് ഇപ്പൊ നല്ല കാര്യമാണ്. മലയാളത്തിലാണ് ഏറ്റവും കൂടുതൽ അങ്ങനത്തെ സിനിമകൾ ഇറങ്ങുന്നത്. അപ്പം ഇപ്പൊ പണ്ടത്തെ പോലെ എല്ലാ പ്രേക്ഷകരും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടങ്ങൾ ഇപ്പോൾ കുറയുന്നുണ്ടെന്ന് എപ്പോഴും തോന്നുന്നുണ്ടോ? നീതിപ്രാവ് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് അങ്ങനത്തെ പടങ്ങളൊക്കെ കാണുന്ന സമയത്ത് എല്ലാ പ്രേക്ഷകരും ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഒരു സീൻ കാണുമ്പോൾ അതിന്റെ ബാക്കി ഡയലോഗ് എന്നുള്ള നമുക്കൊരു പ്രേക്ഷകൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ഒരു ഇത് ഇപ്പൊ കുറഞ്ഞു വരുന്നതായിട്ട് എപ്പോഴും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോൾ ഒരു പോസ്റ്റ് 2020s അല്ലെങ്കിൽ 5ാം പാതിരയ്ക്ക് ശേഷമുള്ള സിനിമകളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള സിനിമകൾ പ്രത്യേകിച്ചും കഥാപാത്രങ്ങളും അത് സ്വീകരിക്കപ്പെട്ടതുകൊണ്ടാണ്. അത് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ വിചാരിച്ചത് അതിനേക്കാളും ചിലപ്പോൾ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെട്ടതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇപ്പോൾ ഈ ചോദ്യം ചോദിക്കുന്നത്. ആ മാറ്റം സംഭവിച്ചുകൊണ്ടാണ്. ആ മാറ്റം സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ചോദിക്കാൻ പോകുന്നത് തന്നെയാണ്, ഈ പഴയ ചോക്ലേറ്റുമായിട്ട് ഇരുന്നാൽ മതിയോ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുക. അപ്പൊ അത് ആ ചോദ്യം മാറ്റി ചോദിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ 1% ഞാൻ എൻ്റെ യാത്രയിൽ ഞാൻ എന്താണ് പ്രതീക്ഷിച്ചത്, ആഗ്രഹിച്ചിരുന്നത്, അതിന്റെ ഒരു റിസൾട്ടാണ് നിങ്ങളുടെ ചോദ്യം. അതെന്റെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ചെറിയൊരു വിജയമായിട്ട്, ഒരു സന്തോഷമായിട്ട് കരുതുന്നു. താങ്ക് യു ഫോർ ദാറ്റ് അഗൈൻ. അവര് മനഃപൂർവ്വം ഇറങ്ങുന്നത് അങ്ങനെയല്ല, അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണ്. അല്ലാതെ അതിൽ പറയുന്ന പോലെ
സ്പൈഡർമാൻ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് അങ്ങനെ യാതൊരു ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ജസ്റ്റ് ഹാപ്പനിങ് കോൺസെപ്റ്റ്. പുള്ളി പോലും ഒന്നും പറയുന്നില്ല, അപ്പൊ ഞാനെന്ത് പറയാനാണ്? അദ്ദേഹം പറയട്ടെ ആദ്യം ഒരു ഒഫീഷ്യൽ. അറിയില്ല എനിക്കറിയില്ല അത്. പടം തുടങ്ങുമ്പോൾ ഒരുപാട് നോർമൽ രീതിക്ക് തുടങ്ങിയിട്ട് സെക്കൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ ഒരുപാട് മാനസിക തലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ ലെവലിൽ വരെ ഒരുപാട് റെഫറൻസ് വേണ്ട ഒരു ക്യാരക്ടറായിട്ട് അത് നല്ല രീതിക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു ക്യാരക്ടറിലോട്ട് ഈ ഷെല്ലി എന്നുള്ള ക്യാരക്ടറിലോട്ട് മാറുമ്പോൾ അതിന് വേണ്ട എന്തെങ്കിലും മുന്നൊരുക്കങ്ങൾ ഒരു ഇതുപോലുള്ള റെഫറൻസോ കാര്യങ്ങളോ ഒക്കെ നോക്കി ചെയ്തിരുന്നു? ചില റെഫറൻസുകൾ ഉണ്ടായിരുന്നു, അത് ഷാഹി അതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്ക് അറിയാവുന്ന പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് ആൾക്കാരിൽ നിന്നുള്ള ഫീഡ്ബാക്സും എടുത്തിട്ടുണ്ട്. അതാരാണെന്ന് പറയാൻ പറ്റില്ല, കാരണം അവരുടെ സ്വഭാവമാണ്. അവരെനിക്ക് ശരിക്കറിയാവുന്നുണ്ട്. പക്ഷെ പിന്നെ അത് നമ്മുടേതായിട്ടുള്ള രീതിയിൽ അത് കുറച്ചുകൂടെ എങ്ങനെയൊക്കെ ഓർഗാനിക്കായിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഞാനൊരു ഒരു പ്രോസസ്സിൽ വിശ്വസിക്കാറുണ്ട്. ആ ഒരു കഥാപാത്രത്തിൻ്റെയും ആ കഥാപാത്രമായിട്ട് വരുമ്പോൾ, ആ സെറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരും പ്രൊഡ്യൂസറില്ല, ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഇവരുടെ എല്ലാവരുടെ ഇൻപുട്ടും കാര്യങ്ങളും പ്രൊഡ്യൂസറിന് അടുത്തിരിക്കുന്നതുകൊണ്ട് അറിയാതെ വന്നു പോയതാണ്. അപ്പൊ ആ ഒരു പ്രോസസ്സ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ഔട്ട് ചെയ്യാറുണ്ട്. പിന്നെ ഓഫ്കോഴ്സ് നമ്മൾ എടുക്കുന്ന റെഫറൻസുകളും നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാറുമുണ്ട്, ചെയ്യുന്നതും പറയുന്നതും ഒക്കെ ശരിയാണോ എന്നുള്ളത്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു എൻഡ് പ്രോഡക്റ്റ്, എൻഡ് റിസൾട്ടാണ് അതിൻ്റെ ശൈലിയും അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ പ്രത്യേകിച്ച് നമ്മൾ കാണുന്ന ശൈലിയുടെ മനോവ്യാപാരങ്ങളും. ഡയറക്ടർ ഇപ്പൊ പടം അവസാനിക്കുമ്പോ ഒരു സെക്കൻഡ് പാർട്ടിലോട്ടുള്ള ഒരു ത്രെഡ് കിടക്കുന്നുണ്ട്, നമുക്ക് പ്രതീക്ഷിക്കാമോ? നമ്മൾ കാണുന്ന ഒരുവിധം കണ്ടിറങ്ങി എല്ലാവർക്കും ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു വീണ്ടും ഒരു പെട്ടി കാണിക്കുന്നു, അതിലോട്ടൊരു ഫോക്കസ് പോകുന്നു. പെട്ടിക്കകത്ത് എന്താണ് ആ സമയത്ത് ഇരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നല്ലതായിരിക്കും. സെക്കൻഡ് പാർട്ട് ഇല്ല. ഇതില് ഒരുപാട് സൂപ്പർസ്റ്റിഷൻസ് ആസ്ട്രോളജിനെ പറ്റി പറയുന്നുണ്ട്. അത് ലാസ്റ്റ് വരുമ്പോ അത് ശരിയാവുകയാണല്ലോ. അപ്പൊ അങ്ങനെ സൂപ്പർസ്റ്റിഷൻസിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പൊ ഒറ്റ മൈലിനെ കണ്ട മോശമാവും, നമ്മൾക്ക് അറിയാം സൂപ്പർസ്റ്റിഷൻ ആണെന്ന്. എന്നാലും ഒറ്റ മൈലിനെ കാണുമ്പോ അയ്യോ ഇനിയിപ്പോ മോശമാവും ദിവസം, അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഈ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ, രണ്ടാമത്തെ ഭാഗത്തിന് പറയാം, ഒറ്റമൈന അതിലുള്ള വിശ്വാസം, സൂപ്പർസ്റ്റിഷൻസ് കാര്യങ്ങൾ. അതന്നെ ഒറ്റമൈന പോലെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ സൂപ്പർസ്റ്റിഷൻസിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ നമ്മൾ ചില ഇത് കാണുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞ് ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ എനിക്ക് വിശ്വാസം കുറവാണ്. പിന്നെ ഈ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നല്ല ഇടിയും വെച്ച് പടം ഒന്നും കൂടെ കാണേണ്ടി വരും കുട്ടിക്ക്. ഞാൻ ഇതിന്റെ ട്രെയിലർ ലോഞ്ചിനൊക്കെ പറഞ്ഞു, ചിലപ്പോൾ 1-2 പ്രാവശ്യം കണ്ടാൽ ആയിരിക്കും ചിലപ്പോൾ ഒന്ന് മനസ്സിലാകാൻ ചിലതൊക്കെ എന്നുള്ളത്. അപ്പൊ ആ ഗണത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ് താങ്കൾ. ഒന്നുകൂടെ കാണും, എന്നിട്ട് നമുക്ക് രണ്ട് ചോദ്യങ്ങളും സെയിം ആയിരുന്നു. ഒരാൾ ചിന്തിച്ചത് പെട്ടിക്കകത്ത് വെള്ള പേപ്പർ ഇരുന്നിട്ട് രണ്ടാം ഭാഗം കൊണ്ടുവന്നു, മറ്റൊരു അന്ധവിശ്വാസം പ്രൊമോട്ട് ചെയ്യുന്നു. അത് പറയുന്ന ക്യാരക്ടർ ആരാണെന്ന് നോക്ക്. അസ്ട്രോളജർ. പക്ഷെ അത് ശരിയല്ലോ. സിനിമ അജ്മലെ ആ കുട്ടിയെ കൊണ്ട് പടം കാണും കേട്ടോ. അജ്മലെ കണ്ടിട്ടില്ലല്ലോ. ഈ കഥ അവസാനിക്കുന്ന ഒരു പോയിന്റ് പ്രേക്ഷകൻ കൊടുക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങോട്ട് തിരിച്ചു പ്രേക്ഷകന് കൊടുക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് രണ്ട് രീതിയിൽ ചിന്തിക്കാൻ പറ്റും. അത് ഷെല്ലിയുടെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാം, ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഷെല്ലി ഇതാണെന്നുള്ളതും ചിന്തിക്കാൻ പറ്റും. അപ്പം ശരിക്കും അത് പ്രേക്ഷകന് കൊടുക്കുന്നത് ഒരു എന്താ പറയുക, ഓഡിയൻസിനെ കൺഫ്യൂസ് ചെയ്യിക്കാല്ല. ഓഡിയൻസ് സിനിമ കഴിഞ്ഞ് ഇറങ്ങിയാലും ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് ചോദ്യം ആ സിനിമ ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കാന്നുള്ള ചെറിയൊരു പ്രോസസ് അല്ലല്ലോ.
ശരിക്കും അതാണ് തോട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് തന്നെയാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. ഞങ്ങൾക്ക് ഭയങ്കര ക്ലീൻ ആയിട്ട് ഇത് അങ്ങനെ അല്ലാതെ പറയാം, അങ്ങനെ ആണെന്നും പറയാം വളരെ എളുപ്പമായിരുന്നു. പക്ഷെ ഇത് കാണുന്ന പ്രേക്ഷകൻ തിരിച്ച് ബാക്കിലോട്ട് പോയി ഒന്ന് ചിന്തിച്ചാൽ ഞങ്ങൾ പറയാനുള്ള ഉദ്ദേശമെല്ലാം കിട്ടും എന്ന് വിശ്വസിക്കുന്നത്. അതാണ് റീവാച്ച് കുറച്ച് ആവശ്യമുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ട വേറെ കാര്യം, ഞാൻ ഈ സിനിമ ആദ്യമായിട്ട് തിയേറ്ററിൽ വന്നിട്ടാണ് ഫുൾ ഓണായിട്ട് കാണുന്നത്. കറക്റ്റായിട്ടൊക്കെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്നിലെ ഒരു ആക്ടറിനെ അല്ലെങ്കിൽ ആ കഥാപാത്രം അവതരിപ്പിച്ച ഷെല്ലി അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഈ പടം കാണാനായിട്ട് സാധിച്ചു എന്നുള്ളൊരു വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട്. അത് എന്നിലെ പ്രേക്ഷകനെ 100% തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് ഉറപ്പിച്ച് പറയാനുള്ള കാര്യമാണ്. അങ്ങനെ ഒരു സിനിമ കാണുന്നതിന് ഹോൾ ടീമിനോട് എൻ്റെ ചാക്കോച്ചൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ടു ഉന്മാദൻ ടീം ഫ്രം ചാക്കോച്ചൻ. താങ്ക് യു. ഇത് ആക്ച്വലി ഒരു ക്യാരക്ടർ സ്റ്റഡിയാണ്, അല്ലാതെ ഇതൊരു കുറ്റാന്വേഷണ സിനിമയാണ്. ക്യാരക്ടർ റൈറ്ററുടെ ട്രാൻസ്ഫോർമേഷൻ തോട്ട് പ്രോസസ്സുകളൊക്കെയാണ് ഈ സിനിമയിൽ നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അല്ലാതെ ഒരു കുറ്റാന്വേഷണ സിനിമയാണ് 2 ഓഫീസറുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ജോസഫ് ഒരു ഇൻവെസ്റ്റിഗേഷൻ. വളരെ സിമ്പിളാണ്. നമ്മൾ ആ ഏരിയ വിട്ടത് തന്നെ ഇതൊരു ക്യാരക്ടർ, അയാളുടെ തോട്ട് പ്രോസസ്സുകൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഷെല്ലി എന്ന കഥാപാത്രം? എനിക്ക് തോന്നുന്നു ഷെല്ലിയാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് തോന്നുന്നുണ്ട്. തോന്നിപ്പോയി പോലീസിൽ നിന്ന് ഇതേപോലെ ഒരു പ്രോസസ് ഉണ്ടോ? ചെറിയൊരു ചെറിയല്ലല്ലോ ഇവര് പറയുന്ന കേട്ടോ വിജയ്, ഞാൻ എന്റെ ബയോപിക് എടുത്ത കൊള്ളായിരുന്നു, അല്ലായിരുന്നു. എനിക്ക് ഇവരുടെ കൂടെ അഭിനയിച്ചിട്ട് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. എല്ലാരും പടം പോയി കാണാത്തവര് ഇവിടെ കുറച്ച് പേരുണ്ട്, അവരെക്കൂടി കാണാൻ. എനിക്ക് അത് കാണണമെന്നുണ്ട്. അല്ല, അത് കണ്ടാ മതി. വിജയുണ്ട്. ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷെ അതെനിക്കറിയില്ല, ചേട്ടനാണ് അറിയാം. എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാവരും സിനിമ കാണുക, പിന്നെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ സെറ്റ് ഒരു എൻജോയ്മെന്റ് സെറ്റായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സെറ്റായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ചാക്കോച്ചനെയും ലിജു ചേച്ചിയും കിരൺദാസങ്കറിനെയും പിന്നെ ഷൈങ്ങളുടെയും അവരായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ എൻജോയ്മെന്റ് ഒക്കെ തന്ന ആൾക്കാർ. അപ്പോൾ എല്ലാവരും പടം പോയി കാണാൻ സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. കഥ കേട്ടപ്പോ ഇതിൽ കരച്ചിലൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഷൂട്ടിലേക്ക് പോയപ്പോ കുറെ മാറി എന്നെ കൊണ്ട് കരയിപ്പിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നന്നായിട്ട് കരഞ്ഞിട്ടുണ്ടായിരുന്നു, ആത്മാർത്ഥമായിട്ട് കരഞ്ഞു. നല്ലൊരു തിരക്കഥാകൃത്തും നല്ലൊരു എഡിറ്ററും ഡയറക്ടറും ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ്. ഞാൻ പറഞ്ഞില്ല, ഇതിലെ കുറെ മൊമെന്റ്സ് അത് ഇത് ഫൈനലി അതെങ്ങനെ വരുന്നു, ഇത് എങ്ങനെയാണ് ഇത് കഥയിൽ ബ്ലെൻഡ് ചെയ്യുക. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇമോഷൻസ് പലതും പല സമയങ്ങളിൽ പല ലൊക്കേഷനുകളായിരിക്കും വരുന്നത്. പക്ഷെ അതൊക്കെ കണക്ട് ചെയ്ത് വളരെ നാച്ചുറലായിട്ട് അത് ഒരേ ലെവലിൽ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ്റെ ഒരു
ഹൈ ഇങ്ങനെ പതുക്കെ കയറ്റിക്കൊണ്ട് വരിക എന്ന് പറയുന്ന ഒരു മാജിക് ആണ്. അത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ടെക്നിക്കൽ ടീമിന്റെ ഒരു എഫേർട്ട്, ഒരു ക്രിയേറ്റീവ് എഫേർട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഡയറക്ടർ ആണെങ്കിലും എഡിറ്റർ ആണെങ്കിലും DOP, കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, സ്ക്രിപ്റ്റ് റൈറ്റർ, അതുപോലെ തന്നെ മ്യൂസിക്, ഇതെല്ലാം അതിനെ ഒരു പടി കൂടെ അല്ലെങ്കിൽ പല പടികൾ മേളിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതായത് ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അത് കാണുമ്പോൾ ഉന്മാദത്തിലൂടെയുള്ള ഷെല്ലിയുടെ യാത്ര എന്ന് പറയുന്നത് ഒരു അഭിനേതാവിനപ്പുറം ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അത് ഭയങ്കരമായിട്ട് അത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിലല്ലാതെ ഇത് ഞാൻ ചെയ്തത് ശരിയാവുമോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ഇത് നന്നാക്കാമോ എന്നുള്ള ഒരു പേടിയോ അല്ലെങ്കിൽ ഒരു ചോദ്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു സാധാരണ പ്രേക്ഷകനായിട്ടിരുന്ന് ആ സിനിമ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളോട് യാത്ര ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ലഭിച്ചൊരു സിനിമയും കൂടെയാണ് ഉന്മാദം. അപ്പം ഇതിൽ ഇമോഷൻസിന്റെ കാര്യങ്ങളാണെങ്കിലും വേറെ ഏത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഫൈറ്റ് സീൻസിനെ പറ്റി പോലും ആൾക്കാർ പറയുമ്പോൾ അത് ആ സമയത്ത് ഉണ്ടായതാണ്. നമ്മൾ ഓൺ ദി സ്പോട്ട് ആയിട്ടുള്ള ഇംപ്രവൈസേഷൻസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, കഥാപാത്രങ്ങളുടെ യാത്രകൾ അല്ലെങ്കിൽ ഇമോഷൻസും എല്ലാം. അപ്പൊ അതെല്ലാം ഈ പറയുന്ന ഒരു ടെക്നിക്കൽ ടീമിന്റെ ക്രിയേറ്റീവ് ഇൻപുട്ടുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. അത് വളരെ രസകരമായിട്ട് വന്നിട്ടുള്ള വളരെ നല്ല നൈസായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് ഉന്മാദം എനിക്ക് തോന്നിയത്. ഉറപ്പായിട്ടും നന്നായിട്ട് വിശ്വസിക്കുന്നു. ഇതിൽ മാത്രമല്ല എല്ലാ സിനിമകളും ചെയ്തു വയ്ക്കുമ്പോൾ അവാർഡിന് വകുപ്പുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു, വിശ്വസിക്കണം. പക്ഷെ ഞാൻ പറഞ്ഞു ഇത് ഇപ്പം ശരിക്കും നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ടാലന്റുകളുടെ ഒരു കൂട്ടപരിചയമാണ്. അപ്പൊ അത് ശരിക്കും എല്ലാവരെയും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അവരിലെ തന്നെയുള്ള അഭിനയത്തിന്റെ കാര്യങ്ങളെ വേറെ രീതികളിലൊക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രൈവ് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ആ ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലാണ് ഇപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സംഭവിക്കുന്നത്. അപ്പൊ ആ ഒരു ഗണത്തിൽ പെടാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അവാർഡുകൾ എന്ന് പറയുന്നത് ഒരു പ്രോത്സാഹനമാണ് ശരിക്കും, എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇല്ല എനിക്ക് മറ്റേ സംസ്ഥാന അവാർഡ് വേണ്ട അല്ലെങ്കിൽ മറ്റുള്ള അവാർഡുകൾ വേണ്ട, ജനങ്ങളുടെ അവാർഡുകൾ മതി എന്ന് പറയുന്നതിനപ്പുറം ഒരു എന്താ പറയുക ഒരു ആക്ടിങ് വേറെ ഇല്ലെന്ന് തോന്നുന്നു. മലയാളത്തിൽ ഫസ്റ്റ് ഇൻഡിവിജ്വൽ മലയാളത്തിൽ ചെയ്യുന്ന ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസറായിട്ട് ചെയ്യുന്ന ഫസ്റ്റ് വെഞ്ചർ ആണല്ലോ ഉന്മാദം എന്ന് പറയുന്നത്. എത്രത്തോളം ക്ലോസ് ആണത്? ക്ലോസ് ആണ്. കാരണം ഫസ്റ്റ് ടൈം ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതിനു മുമ്പ് കോ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളൊന്നുണ്ട്. ഫസ്റ്റ് ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ചിത്രമാണോ ഇത്? എത്രത്തോളം ക്ലോസ് ആണ്? ക്ലോസ് ടു മീ അത് ഭയങ്കര ഫസ്റ്റ് സിനിമയാണ്. ഷായിനെ കണ്ടപ്പോ നമ്മള് കഥകൾ ഷായി പറഞ്ഞപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ സിനിമ ഷായിയോട് ചെയ്യാൻ പറ്റുന്ന ഷായി കണ്ടു, ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ചാക്കോച്ചനെ കണ്ടു, സിനിമ ചെയ്തു. സിനിമ ഇപ്പൊ ഹിറ്റാണ്. നമുക്ക് വേണ്ടി ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായിരുന്നു കമ്പനിക്ക് വേണ്ടി. ഇനി പോണത് ഇനി ചെയ്യുന്നത് പോലെ മലയാള സിനിമയുടെ സ്വന്തം നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. ചാക്കോച്ചൻ്റെ അടുത്ത സിനിമ ചെയ്യുന്നുണ്ട്, ഷായിയുടെ കൂടെ അടുത്ത സിനിമ ചെയ്യുന്നുണ്ട്. കിരൺ ഇപ്പൊ ആന്ന് പറഞ്ഞിട്ടില്ല, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ സിനിമയുടെ നമ്മൾ പോലെ ചെയ്യുന്നുണ്ട് മലയാളത്തിൽ. ഇനി അടുത്ത ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പടം ടിക്കറ്റൊക്കെയാണ്. എന്താണ് എന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുകയാണ് അതിന്. അത് വലിയ വെടിക്കെട്ടായിരിക്കും മലയാള സിനിമ ഒരു ഇതുണ്ട് ശരിക്കും. വരും ഒക്ടോബർ നവംബറിലാവും പറയാം, ഡേറ്റ് പറയാം. ചാക്കോച്ചന്റെ ഇതുപോലെ ഒരു മാസം എനിക്ക് ഉടനെ പ്രതീക്ഷിക്കാമോ? ഒരു പക്ക ഒരു ഗ്യാങ്സ്റ്റർ ലെവലിലുള്ള സാധനം. ഇത് കേൾക്കുന്ന പ്രൊഡ്യൂസേഴ്സും തിരക്കഥാകൃത്തുക്കളും ഡയറക്ടേഴ്സും ഉണ്ടെങ്കിൽ ദയവായി അങ്ങനത്തെ ഓപ്ഷൻസും ഓപ്പർച്യൂണിറ്റീസും കഥാപാത്രങ്ങളും സിനിമകളുമായിട്ട് വരിക. ഞാൻ പറഞ്ഞില്ല, ഞാൻ അവതരിപ്പിക്കേണ്ട തരത്തിലുള്ള ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും കഥാപാത്രങ്ങളാണെങ്കിലും ചെയ്യാനായിട്ടുള്ള ആഗ്രഹമുള്ളത്. ഞാൻ മാത്രമല്ല, ഇപ്പം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാ അഭിനേതാക്കൾക്കും ആ ഒരു
ഒരു ആഗ്രഹവും ആവേശവും ആവശ്യവും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും സംഭവിക്കും. ഈ പറയുന്ന പോലെ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും സംഭവിച്ചിരിക്കും. തീർച്ചയായും സാധിക്കട്ടെ. ഞങ്ങൾ കാത്തിരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. രണ്ടുപേരും രണ്ട് ഷോട്ടിൽ അവൾ അഭിനയിച്ചിട്ടുണ്ട്, ബാക്കിയെല്ലാം ഞാൻ അഭിനയിക്കുന്നു. അവള് ഐ മീൻ അവളുടെ ക്യാരക്ടർ പറയാനുള്ളൂ. അപ്പൊ അവളുടെ ക്യാരക്ടർ വരുന്ന ആ സീനിലും ഞാൻ തന്നെയാണ് പറ്റിച്ചഭിനയിച്ചതല്ലേ. അതുകൊണ്ട് അങ്ങനെ അവളുടെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുക അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. കാല് പിടിച്ചൊന്ന് വന്ന് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് ചെയ്തിട്ട് പോയത്. അത് ചുമ്മാ പുറകിലിരിക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്താലും തിരിഞ്ഞു നോക്കില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് തന്നെ നോക്കിയിരിക്കുമായിരുന്നു. ക്യാമറയിലോട്ട് പോലും നോക്കിയിട്ടില്ല. അപ്പൊ അങ്ങനെ അഭിനയിച്ചതൊന്നും പറയാൻ പറ്റില്ല. ചുമ്മാ ഇരുന്നു ചുമ്മാ ഇരിക്കുമ്പോ തന്നെ അടിപൊളി അഭിനയം. ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞു കൊടുക്കണ കോമ്പറ്റീഷൻ തന്നെക്കാളും അപ്പുറം നമ്മള് അവരിൽ നിന്ന് എന്താണ് പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവരോടൊപ്പം എങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഇപ്പൊ മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്ന മെയിൻ പില്ലറുകൾ എന്ന് പറയുന്ന ആൾക്കാർ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ വേദിയിലുള്ളവരാണ്. അതേപോലെ അതിന് ശേഷം വന്നവരാണെങ്കിലും ഇപ്പൊ കൂടെയുള്ളവരാണെങ്കിലും അതിന് ശേഷം വന്നവരാണെങ്കിലും എല്ലാവരും ഈ സിനിമ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. അവര് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ഫുൾ ഓൺ ആയിട്ട് വളരെ പാഷനേറ്റ് ആയിട്ട് നല്ല അധ്വാനം ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു സ്പേസ് എല്ലായിടത്തും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമയിലേക്ക് വരുന്നവർ സിനിമ അഭിനയം മാത്രം ആഗ്രഹിച്ച് വരുന്നവരല്ല ഉള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ തന്നെ ആക്ടേഴ്സിന്റെ ഒരു വലിയൊരു വിഭാഗം വേറെ കുറെ കരിക്കുലം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ അങ്ങനത്തെ പല പല അക്കാഡമിക്സ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് പാഷന്റെ പുറത്ത് സിനിമയിലേക്ക് വന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും വിജയിക്കുന്നുമുണ്ട്, ചിലർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഈ പാഷന്റെ പുറകെ പോകുന്നത് ഒരു പരിധിവരെ നമുക്ക് ആ പേഷ്യൻസും ആ ഒരു ഫയറും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്പൊ ജെൻസി 2K അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡിഫറൻസിയേഷൻ ഇവിടെ അതിന് പ്രസക്തി ഉണ്ടോ എന്നുള്ളത് എനിക്ക് സംശയം. എല്ലാവർക്കും ഇവിടെ സ്പേസ്. അപ്പോൾ ചാക്കോച്ച എന്തായാലും സിനിമയിൽ നിന്ന് ഇറങ്ങി വലിയ വലിയ വിജയങ്ങളായിട്ട് എല്ലാ തിയേറ്ററിലും ഭയങ്കര റെസ്പോൺസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഒരുപാട് 100 ദിവസം ഓടി ഇതിന്റെ വിജയാഘോഷത്തിൽ ഞങ്ങളും പങ്കെടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതുപോലെ ഒരുപാട് ചിത്രങ്ങൾ ചാക്കോച്ചനെ കാണാൻ പറ്റുന്നു വീണ്ടും ആഗ്രഹിക്കുന്നു. എന്താണ് ഇനി കാണാനുള്ള പ്രേക്ഷകർ പറയുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു സ്നേഹവും ഒരു സപ്പോർട്ടും തന്നതിനായിരുന്നു നന്ദിയും ഞങ്ങൾ സന്തോഷവും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഈ നല്ല സിനിമകൾ, അത് ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും അത് ഇരിക്കുകയും നേടി സ്വീകരിക്കുന്ന പ്രേക്ഷകരോടാണ് ഞങ്ങളുടെ ഏറ്റവും ആദ്യത്തെ കമ്മിറ്റ്മെന്റ്. അവർ ഏതൊക്കെ രീതിയിൽ എന്റർടൈൻ ചെയ്യിക്കാൻ സാധിക്കും എന്നുള്ള ഓപ്ഷൻസ് എല്ലാ രീതിയിലും നമ്മൾ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. അത് എക്സ്പീരിയൻസ് ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഒരു വ്യത്യാസമില്ലാതെ, അല്ലെങ്കിൽ സിനിമയിൽ പടക്കം ചെന്നവരെന്നോ തറക്കം ചെന്നവരെന്നോ പുതിയ ആൾക്കാരെന്നോ അല്ലെങ്കിൽ വരാൻ അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ എല്ലാ തരത്തിലുള്ള രീതിയിലും ആൾക്കാരെ എൻറ്റർടൈൻ ചെയ്യുന്ന ശ്രമമാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു യാത്രയിൽ ഞങ്ങളെ കൂടെ ചേർത്ത് നിർത്തിയതിൽ ഒരുപാട് സന്തോഷം. പുതിയ സിനിമകളും പുതിയ കഥാപാത്രങ്ങളും പുതിയ രീതികളുമായിട്ട് വീണ്ടും മലയാള സിനിമ ശോഭിച്ചു നിൽക്കുന്നുണ്ട്. സോ താങ്ക് യു ഫോർ ദാറ്റ്. ഉന്മാദത്തിനെ എല്ലാ രീതിയിലും സ്വീകരിച്ചതിനും ഉന്മാദം ടീമിന്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും താങ്ക് യു വെരി മച്ച്. സന്തോഷം. താങ്ക് യു. हिंदी में बात करेगा या for Panorama Studios, like Rajesh was saying, ये बहुत ही इम्पोर्टेंट फिल्म है हमारे लिए एंड बहुत अच्छी टीम थी हमारे साथ. शाही कबीर, किरणदास, चाकोचन, सबने बहुत एफर्ट डाला है और बहुत ही everyone's putting their best and I think we've made a good film and we just hope the audience gives all the love to the film. And thank you and please spread the good word. ഹായ്, നമസ്കാരം ചാക്കോച്ച. എൻ്റെ സെക്കൻഡ് മൂവി ടേക്ക് ഓഫ് നമ്മൾ കണ്ടു. എനിക്ക് പറയാനുള്ളത് ഒരു സ്ക്രിപ്റ്റ് റൈറ്ററുടെ ഉന്മാദം അത് തന്നെയായിരുന്നു സിനിമ. ആസ് എൻ ഓഡിയൻ എനിക്ക് പറയാനുള്ളത് ഒരു മൂവിയുടെ ഭാഗമാകാൻ പറ്റിയത് നല്ല സന്തോഷം. ആ ഉന്മാദം നമുക്ക് അത്ര ടെലിവിഷൻ സ്ക്രീനിൽ എനിക്ക് ചാക്കോച്ചനെ കാണാൻ പറ്റിയപ്പോൾ അത് വലിയൊരു ആൻസൈറ്റിയും എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉണ്ടായിരുന്നു. അത്രയും ഉന്മാദം
നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഒരു ക്യാരക്ടറിൽ ഇത്രയും ഇൻപുട്ട് എടുത്ത് ഇന്റൻസ് ആയിട്ട് ചാക്കോച്ചൻ ചെയ്തു. അത് എനിക്ക് ഇത്രയും വർഷങ്ങൾക്കപ്പുറം കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ, കേരളത്തിലെ വേഴ്സ്റ്റൈൽ ആയിട്ടുള്ളൊരു എഡിറ്ററുടെ ഫസ്റ്റ് മൂവി. അപ്പോൾ അതും വലിയൊരു പ്രതീക്ഷയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. താങ്ക് യു സോ മച്ച്. ഓക്കെ. സിനിമയിൽ 30 വർഷമാകാൻ പോകുന്നു അടുത്ത വർഷം അനിയത്തി പ്രാവ് ഇറങ്ങിയിട്ട്. അപ്പം ആ സ്പ്ലെൻഡർ ഇപ്പൊ കയ്യിലുണ്ട്, നമുക്ക് റൗണ്ട് അടിക്കാം ആ സമയത്ത്. അറിയില്ല അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ഞാൻ നോട്ട് വിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. റൊമാൻസിന്റെ വേറെ രീതിയിലുള്ള, ഞാൻ പറഞ്ഞില്ല, പ്രായത്തിനനുസരിച്ചുള്ള കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള എന്തും ഇവിടെ സ്വീകരിക്കുന്നുണ്ട്. മുമ്പേ പറഞ്ഞല്ലോ, അങ്ങനൊരു സ്ക്രിപ്റ്റ് വന്ന് അത് കൺവിൻസിങ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്യും.